എന്തുകൊണ്ട് ചൈനയിലുള്ളവർ വന്യമൃഗങ്ങളെയും പക്ഷികളെയും ഭക്ഷിക്കുന്നു? എന്തുകൊണ്ട് മിക്ക മഹാമാരികളും ചൈനയിൽ നിന്ന് ഉത്ഭവിക്കുന്നു? കൊറോണയുടെ ഉത്ഭവം ചൈനയിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ചില വിദേശ മാധ്യമങ്ങളിൽ ഈയിടെ വന്ന റിപ്പോർട്ട് അനുസരിച്ച് നവംബറിൽ തന്നെ പുതിയൊരു തരം അസുഖം ചൈനയിലെ വുഹാൻ പ്രദേശത്ത് പടരുന്നതായി ചിലർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ പരിഭ്രാന്തി പരത്തുന്നു എന്ന് പറഞ്ഞ് അവിടുത്തെ ഭരണകൂടം അങ്ങനെ ചെയ്തവരെയൊക്കെ അടിച്ചമർത്തി. 2002 ചൈനയിൽ തന്നെ പൊട്ടിപ്പുറപ്പെട്ട സാർസ് എന്നൊരു മഹാമാരി പോലെ ഇതും വലിയൊരു മഹാമാരിയാകാൻ സാധ്യതയുണ്ടെന്ന് ഒരുപക്ഷെ ചൈനയ്ക്ക് നേരത്തെ അറിയാമായിരുന്നു. പക്ഷേ അവിടുത്തെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങൾ സർക്കാർ നിയന്ത്രണത്തിലായിരുന്നതിനാലും ചൈനയുടെ കച്ചവടത്തെ ഇത് നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള ഭയം കൊണ്ടും അവർ ഈ വാർത്തകൾ പുറത്തേക്ക് വിട്ടില്ല. എന്നാൽ ഇതിൻ്റെ ഗൗരവം മറ്റു രാജ്യങ്ങൾ അറിഞ്ഞപ്പോഴേക്കും ചൈനയിൽ നിന്നും ഈ വൈറസ് പല രാജ്യങ്ങളിലേക്ക് സഞ്ചാരികൾ വഴി എത്തിയിരുന്നു. കോവിഡ്-19 2002 സാർസും 1996 2013 തുടങ്ങിയ പക്ഷിപ്പനിയും 2 മുതൽ 4 ലക്ഷം വരെ ആൾക്കാർ മരിക്കാനിടയാക്കിയ ഏഷ്യൻ ഫ്ലൂ എന്ന മഹാമാരിയും തുടങ്ങിയത് ചൈനയിൽ നിന്ന് തന്നെയാണ്. ഇതെല്ലാം പടർന്നത് വന്യമൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നുമാണ്. വവ്വാലും പാമ്പും അതുപോലെയുള്ള മറ്റു വന്യമൃഗജീവികളെയും ജീവനോടെയും സൂപ്പായിട്ടും ചൈനക്കാർ കഴിക്കുന്ന വീഡിയോ നമ്മൾ അടുത്തിടെ പല സമൂഹ മാധ്യമങ്ങളിൽ കണ്ടിരുന്നു. എന്തുകൊണ്ട് അവിടെയുള്ളവർ ഇതൊക്കെ കഴിക്കുന്നു എന്നതിൻ്റെ കാരണം നമ്മളിൽ പലർക്കും അറിയില്ലായിരിക്കും. 50കളുടെ രണ്ടാം പാതിയിൽ ചൈനയിൽ കൊണ്ടുവന്ന പഞ്ചവത്സര പദ്ധതിയായിരുന്നു ദി ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. നിർബന്ധിത കാർഷിക ശേഖരണത്തിൻ്റെയും ഗ്രാമീണ വ്യവസായവൽക്കരണത്തിൻ്റെയും പഞ്ചവത്സര പദ്ധതിയായിരുന്നു ദി ഗ്രേറ്റ് ലീപ്പ് ഫോർവേഡ്. അന്നത്തെ മാവോ ഭരണകൂടം ഇത് അവതരിപ്പിച്ചത് അന്നത്തെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥയായ ബ്രിട്ടനെ പിന്തള്ളി ഒന്നാമതെത്താനും കമ്മ്യൂണിസ്റ്റ് ഭരണമുള്ള രാജ്യങ്ങളിൽ ഏറ്റവും മികച്ച രാജ്യമായ സോവിയറ്റിനെ മറികടന്ന് തലപ്പത്തെത്താനുമായിരുന്നു. ഇതിൻ്റെ ഭാഗമായി സ്വകാര്യ കൃഷി നിർത്തലാക്കുകയും ഗ്രാമീണ കർഷകർ കൂട്ടായ കൃഷിയിടങ്ങളിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതരാകുകയും അവിടുത്തെ ഉൽപ്പാദനം, വിഭവവിഹിതം, ഭക്ഷ്യവിതരണം എന്നിവ കേന്ദ്രീകൃതമായി അവിടുത്തെ ഭരണകൂടം നിയന്ത്രിക്കുകയും ചെയ്തു. അന്ന് കൊണ്ടുവന്ന അനേകം പരിഷ്കാരങ്ങളിലൊന്നായിരുന്നു ദി 4 പെസ്റ്റ് ക്യാമ്പയിൻ. ഈ പദ്ധതിയുടെ ഭാഗമായി ഈച്ച, കൊതുക്, എലി, കുരുവി എന്നിവയെ കൊന്നൊടുക്കാൻ അവർ തീരുമാനിച്ചു. ധാന്യവും വിത്തുകളും പഴങ്ങളും നശിപ്പിക്കുന്നുവെന്ന കാരണത്താലായിരുന്നു ഇവയൊക്കെ കൊല്ലാമെന്നവർ തീരുമാനിച്ചു. ഇവ 4 ഇല്ലാതാകുമ്പോൾ വിളവ് വർദ്ധിക്കുമെന്നവർ കരുതി. അന്നവിടെ സ്കൂളുകളിലും കോളേജുകളിലും കുരുവികളെ കൊല്ലുന്ന മത്സരങ്ങൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ചെറിയൊരു കാര്യം അവർ മറന്നു. പ്രകൃതിക്ക് അതിൻ്റേതായ നിയമമുണ്ടെന്ന്. താനാണ് ദൈവമെന്ന് മനുഷ്യൻ കരുതി അഹങ്കരിക്കുമ്പോൾ, പ്രകൃതിക്ക് പുല്ലുവില കൊടുക്കുമ്പോൾ വേണ്ട പണി എല്ലാ നാട്ടിലും മനുഷ്യന് കിട്ടിക്കൊണ്ടേയിരുന്നു. ഇന്നും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കുരുവികളൊന്നുമില്ലാതെ അവയുടെ ആഹാരമായ വെട്ടുകിളികളും മറ്റു ജന്തുക്കളുടെയും എണ്ണത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. ചൈനയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അങ്ങനെ വർദ്ധിച്ചു. പട്ടിണി വർദ്ധിക്കുമ്പോഴും അവിടുത്തെ ഭരണകൂടത്തെ പ്രീതിപ്പെടുത്താൻ അവരുടെ തീരുമാനങ്ങൾ ശരിയാണെന്ന് വരുത്തുവാൻ വേണ്ടി താഴെത്തട്ടിലുള്ള നേതാക്കന്മാർ എല്ലാം നല്ലതുപോലെ പോകുന്നുവെന്ന് തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടേയിരുന്നു. ധാന്യത്തിൻ്റെ ഉൽപ്പാദനം കുത്തനെ ഇടിഞ്ഞു. പട്ടിണിയും ദാരിദ്ര്യവും കുത്തനെ ഉയർന്നു. അങ്ങനെയാണ് കിട്ടുന്ന ഭക്ഷണം കഴിക്കുന്ന നിലയിലേക്ക് അവിടെയുള്ളവർ എത്തിയത്. കിട്ടുന്നത് പക്ഷിയോ മൃഗമോ എന്നൊന്നും അവർ നോക്കിയില്ല. മാംസമുള്ള എന്ത് കിട്ടിയാലും അവർ ഭക്ഷിക്കുന്ന നിലയിലെത്തി. അവിടെ നിന്ന് മറ്റു പല രാജ്യങ്ങളിലേക്ക് പലായനം ചെയ്ത ചിലർ എഴുതിയ ലേഖനങ്ങളിൽ ഞെട്ടിക്കുന്ന പല വിവരണങ്ങളും എഴുതിയിട്ടുണ്ട്. എല്ലാം ഇവിടെ പറയുന്നില്ല. അന്നും ഇന്നും മാധ്യമങ്ങൾക്ക് കടുത്ത നിയന്ത്രണമുള്ള ചൈനയിൽ നിന്നും വ്യക്തമായ ഒരു കണക്ക് പുറത്തു വന്നിട്ടില്ല. ഏകദേശം 2.5 മുതൽ 4.5 കോടിയോളം ആൾക്കാർ പട്ടിണി കൊണ്ട് മരിച്ചു എന്ന് കരുതപ്പെടുന്നു. മരിച്ചത് പാവപ്പെട്ടവരായതുകൊണ്ട് ഇത്തിരി കുറഞ്ഞാലും കൂടിയാലും പ്രശ്നമില്ല എന്നാണല്ലോ പ്രമാണം. പതിയെ പട്ടിണി മാറി തുടങ്ങി. പക്ഷെ വന്യമൃഗങ്ങളെ ഭക്ഷിക്കുന്ന ശീലം പലരും തുടർന്നു. ജനങ്ങളുടെ പട്ടിണി മാറാൻ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എന്ന് കരുതി ഭരണകൂടവും അധികമൊന്നും ചെയ്തില്ല. ഔഷധ ഗുണങ്ങളുണ്ടെന്ന് കരുതി അപൂർവം ചില മൃഗങ്ങളെ ഭക്ഷിക്കുന്ന സ്വഭാവം ചിലർക്കെങ്കിലും ഉണ്ടായിരുന്നു. ഈ പട്ടിണിക്കാലം കഴിഞ്ഞതോടെ അത് വ്യാപകമായി പ്രചരിച്ച ഒരു ശീലമായി മാറി. പതിയെ ഇതൊരു വലിയ ബിസിനസ് മേഖല തന്നെയായി മാറി. പല വന്യമൃഗങ്ങളെ വളർത്തുന്ന സ്വകാര്യ ഫാമുകൾ അവിടെയുണ്ട്. ഇത് വിൽപ്പന നടക്കുന്ന ചന്തകളിൽ ഒന്നിനുമീതെ ഒന്നായിട്ട് ശുചിത്വമില്ലാത്ത അവസ്ഥയിൽ കൂട്ടിയിട്ടിരിക്കുന്ന നിലയിലാണ് മിക്കതും. ഒരു പക്ഷിയിൽ നിന്നോ മൃഗത്തിൽ നിന്നോ മറ്റൊരു മൃഗത്തിലേക്കോ പക്ഷിയിലേക്കോ ഒരു വൈറസ് പടർന്നു ഒരു ഹൈബ്രിഡ് വൈറസ് ഉണ്ടാകാൻ അനുകൂലമായ സാഹചര്യങ്ങൾ. പരക്കെ പടർന്ന സാർസും പക്ഷിപ്പനിയും പിന്നെ പുറം ലോകം അറിയാതെ ഒരുപക്ഷെ അവിടുത്തെ പ്രാദേശിക ലെവലിൽ തന്നെ ഒതുങ്ങിപ്പോയ പല രോഗങ്ങളും തുടങ്ങിയത് ചൈനയിൽ നിന്നാണ്. എന്നിട്ടും ഈ ചന്തകൾ പ്രവർത്തനം തുടർന്നുകൊണ്ടേയിരുന്നു. ഈയിടെ ചൈന ഇങ്ങനെയുള്ള ചന്തകൾ നിരോധിച്ചു എന്നൊരു പ്രഖ്യാപനം നടത്തി. ചൈന ആയതുകൊണ്ട് ഇത് എത്ര നാൾ നിലനിൽക്കുമെന്ന് കണ്ടറിയണം. ഇല്ലെങ്കിൽ ഇതുപോലെ ലോകം കൊണ്ടറിയും. ഇന്ന് ചൈന കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പ്രഖ്യാപിച്ചു. കൊറോണ പടരേണ്ട എന്ന കാരണം കൊണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ചൈനയിലേക്കുള്ള ഫ്ലൈറ്റുകൾ നിരോധിച്ചു. എന്തു പ്രഹസനമാണ് സജി. പക്ഷെ ഇന്ന് ദുരിതം അനുഭവിക്കുന്നത് നമ്മൾ ഉൾപ്പെടെ ബാക്കിയുള്ള ലോകരാജ്യങ്ങളാണ്. ഇതെല്ലാം കഴിയുമ്പോൾ കച്ചവടം മാത്രം മുന്നിൽ കണ്ടു മിക്ക രാജ്യങ്ങളും ചൈനയുടെ തോളിൽ കൈയിട്ട് നടക്കും. കാരണം അന്നും ഇന്നും എന്നും മരിച്ചു വീഴുന്നതിലധികവും പാവങ്ങളായിരിക്കും.
ഏതായാലും നമ്മളിപ്പോൾ വീട്ടിലിരിക്കുന്ന സമയമാണ്. കുറച്ച് ദിവസം കൂടെ ക്ഷമയോടെ, വിവേകത്തോടെ, കരുതലോടെ മുന്നേറിയാൽ നമ്മൾ ഈ പ്രതിസന്ധിയും അതിജീവിക്കും. ഈ ലോക്ക്ഡൗൺ ദിനങ്ങൾ ഒരു ഫാമിലി ടൈമായിട്ട് കാണുക. രാജ്യസേവനത്തിന് വേണ്ടി കിട്ടിയ ഒരു അവസരമായിട്ട് കാണുക. ഈ ഫ്രീ ടൈമിൽ വിളിക്കാൻ വിട്ടുപോയ സുഹൃത്തുക്കളെ ഫോൺ വിളിച്ച് സംസാരിക്കുക. എന്ത് വേണമെങ്കിലും ചെയ്യുക. പക്ഷെ അത്യാവശ്യത്തിനല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. അടുത്ത വീട്ടിൽ പട്ടിണിയില്ല എന്ന് ഉറപ്പുവരുത്തുക. ഓർക്കുക, ഒരു പണിയും ചെയ്യാതെ വീട്ടിലിരുന്ന് തന്നെ നാടിനെ നന്നാക്കാൻ കിട്ടുന്ന ഒരു സുവർണ അവസരമാണ്. നമ്മൾക്കും സൂപ്പർ ഹീറോ ആകാൻ പറ്റിയ അവസരം. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? കുറച്ച് ദിവസമായിട്ട് അന്തരീക്ഷത്തിൽ ശുദ്ധവായു അറിയുവാനുണ്ട്. രാവിലെ കിളികളുടെ ശബ്ദം കേട്ടാണ് നമ്മൾ എണീക്കുന്നത്. ചുറ്റും ശബ്ദമലിനീകരണം കുറഞ്ഞു. ഇതെല്ലാമുള്ള നാളുകൾ ആഘോഷിക്കുക. പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി.